ഭയങ്കര വൈകാരികമായ ബൈറ്റാണ് സ്മൃതി നമ്മൾ ഈ കേൾക്കുന്നത്. നമ്മളെ കണ്ണ് നിറഞ്ഞു പോവുകയാണ് ഈ സംവിധാനം കാണുമ്പോൾ. കാരണം എന്ന് പറയുന്നത് നമ്മളിത് എന്താ 16-ാം തീയതി നമ്മൾ ഈ പറയുന്ന ഈ അർജുൻ്റെ തിരോധാനം അറിയുമ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന എന്താണ്, ഈ ഒരു മണ്ണിടിച്ചിലുണ്ടാകുന്നു, അതിൻ്റെ ഉള്ളിൽ ഒരു ട്രക്ക് കുടുങ്ങുന്നു. ആ ട്രക്കിൻ്റെ GPS ഓണാണ്, അതിൻ്റെ അകത്ത് മൊബൈൽ റിങ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ആ മനുഷ്യൻ ആ മണ്ണിനൊടിയിൽ ജീവനോടെ ഉണ്ട് എന്നുള്ളതാണ്. ആ സമയത്ത് നമ്മളെടുത്തൊരു തീരുമാനം എന്ന് പറയുന്നത് ഈ അർജുനെ പുറത്ത് കൊണ്ടുവരുന്നത് എന്നാണോ അന്ന് വരെ നമുക്ക് ബ്രേക്കില്ല, നമുക്ക് പരസ്യമില്ല, നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അതിൻ്റെ കൂടെയായിരുന്നു ആ സമയങ്ങൾ മുഴുവൻ. അന്നേരം നമ്മൾ കാണുന്നത് സ്മൃതി, നമ്മൾ നമ്മൾ എറണാകുളത്തു നിന്നാണ് നമ്മുടെ ഒരു യൂണിറ്റ് ഈ പറയുന്ന അങ്കോളയിലെത്തുന്നത്. കാസർഗോഡ് ഒരു യൂണിറ്റ്, കാരണം നമ്മൾ 14-13 മണിക്കൂർ ഇവിടുന്ന് ട്രാവൽ ചെയ്തിട്ടാണ് ആ സ്ഥലത്തെത്തുന്നത്. അവിടെ എത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഒരു മലയാളി സുഹൃത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സഹോദരൻ ഈ മണ്ണിനടിയിൽ ശ്വാസം കിട്ടാതെ ഈ പറഞ്ഞ ക്യാബിൻ്റെ അകത്ത് നിൽക്കുകയാണ്. അതിന് മേലെ ഒരു 15 അടി 20 അടി മണ്ണ് കിടക്കുകയാണ്. ആ മണ്ണ് എത്രയും പെട്ടെന്ന് മാറ്റാൻ വേണ്ടിയിട്ട് തീവ്ര പരിശ്രമമാണ് നമ്മൾ ഇവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ ചെയ്യുന്നത് എന്താണെന്നറിയോ? നമ്മൾ ചെല്ലുന്നു, 3 കിലോമീറ്റർ ഇപ്പറേ മാധ്യമങ്ങളെ തടയാണ്, 3 കിലോമീറ്റർ ഇപ്പറേ. ആദ്യത്തെ 2 ദിവസം നമ്മൾ മാധ്യമങ്ങളെല്ലാം ചെയ്തത് എന്താണ്? ഈ മതിലിന് ഇപ്പറേ, ഈ പറയുന്ന 3 കിലോമീറ്റർ ഇപ്പറേ നിന്നിട്ട് ഒന്നും അറിയാതെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അർജുൻ ഈ മണ്ണിനടിയിൽ ഉണ്ട്. കാരണം നമുക്ക് അവിടെ പോയി റിപ്പോർട്ട് ചെയ്യാൻ ഈ പറയുന്ന സിസ്റ്റം നമ്മളെ അനുവദിക്കുന്നില്ല, അങ്ങോട്ട് എത്തിക്കാൻ നമ്മളെ അനുവദിക്കുന്നില്ല. വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ ഇവരോട് അടി ഉണ്ടാക്കുന്നു, ഇവരോട് വർത്തമാനം പറയുന്നു. നമ്മൾ SP വിളിക്കുന്നു, ഇവിടുത്തെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ വിളിക്കുന്നു, അവിടുത്തെ കലക്ടറെ വിളിക്കുന്നു, KC വേണുഗോപാലിനെ വിളിക്കുന്നു, MK രാഘവനെ വിളിക്കുന്നു. നമ്മളെക്കൊണ്ട് കഴിയാവുന്ന സംവിധാനങ്ങൾ മുഴുവൻ നമ്മൾ ഉപയോഗിച്ച് ഈ പറയുന്ന ആൾക്കാർ പറയുന്നത് എന്താണ്, ഞങ്ങളെ ഒന്ന് അവിടേക്ക് കടത്തിവിടൂ, അവിടെ എന്താ സംഭവിക്കുന്നത് നമ്മൾ അറിയട്ടെ, ജനങ്ങൾ അറിയട്ടെ, എന്തിനാണ് ഇതിങ്ങനെ മൂടി വെക്കുന്നത് എന്ന് ചോദിച്ചു. 2 ദിവസം ഒരു മാധ്യമപ്രവർത്തകരെ ആ ഏരിയയിലേക്ക് അടുപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ അർജുനൻ്റെ കൂടെ ഈ പറഞ്ഞ ബാക്കി 4 പേരുടെ ബന്ധുക്കൾ വന്നിട്ട് പറയുകയാണ്, ഞങ്ങളുടെ സഹോദരങ്ങൾ ഈ മണ്ണിനടി കിടക്കുക എന്ന് പറയുമ്പോൾ ആട്ടി ഓടിക്കുകയാണ്. നമ്മൾ സാധാരണ ഇവിടെ എന്താണ്, നമ്മൾ ഈ റോട്ടിൽ കൂടെ ഇരുന്ന് പട്ടികളെ കല്ലടിക്കുന്ന എറിഞ്ഞ് ഓടിക്കുന്നത് കണ്ടിട്ടില്ലേ? അതിനേക്കാളും അപ്പുറമായിട്ട് നിങ്ങൾ ആരാ ചോദിക്കാൻ വേണ്ടി നിങ്ങൾ ഇതിന് പെറ്റീഷൻ കൊടുത്താൽ മേടിക്കാത്ത സ്ഥലം. ഈ പറയുന്ന ട്രക്ക് ഡ്രൈവറാണ് ആദ്യം, ട്രക്കിൻ്റെ മുതലാളിയാണ്, മനാഫാണ് അവിടെ ആദ്യം എത്തുന്നത്. മനാഫിനെ തല്ലുന്നു. ഒരു സംവിധാനത്തിൽ, ഒരു ദുരന്തത്തിൽ കഷ്ടപ്പെട്ട് മനസ്സ് പിടഞ്ഞ് നിൽക്കുന്ന ആൾക്കാരെ തല്ലുന്ന സംവിധാനത്തിലേക്ക് നമ്മുടെ സിസ്റ്റം മാറി. അർജുന ഈ പറഞ്ഞ നമ്മുടെ ഇസ്രായേൽ രഞ്ജിത്ത് ഇസ്രായേലിനെ അവിടെ അങ്ങോട്ട് തടയുന്നു. ഇവിടുന്ന് തിരുവനന്തപുരത്ത് ഒരു മനുഷ്യൻ വണ്ടി ഓടിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന ആളാണ്, അവൻ്റെ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നു. ഏത് സർട്ടിഫിക്കറ്റാണ്? ഏത് സൈന്യത്തിൻ്റെ കൂടെയാണ് നിങ്ങൾ വർക്ക് ചെയ്തത്? എങ്ങനെയാണ് നിങ്ങൾ വർക്ക് ചെയ്തത്? ഇതെല്ലാം ഇവരെ പറഞ്ഞ് പഠിപ്പിച്ചതിന് ശേഷം എന്താണ് അങ്ങോട്ട് കിടത്തി വിടുകയാണ്. ആ ദിവസം ഒന്നും നടന്നില്ല. ആദ്യത്തെ 1, 2, 3 ദിവസം ഒന്നും നടന്നില്ല. എത്ര ലോഡ് മണ്ണാണെന്നേ അവിടുന്ന് ആകെ നീക്കിയത്. ഈ ദിവസങ്ങൾ ഈ പറയുന്ന സിസ്റ്റം വർക്ക് ചെയ്തത് എത്രയാണ്? 15 ട്രക്കുകൾ ആകെ വന്നത് അവിടെ. അതിൻ്റെ അത് 2-3 കംപ്ലൈൻ്റാണ്. പിന്നെ എത്ര മണിയാണ്? രാവിലെ 9 മണിക്ക് ഓഫീസ് തുറക്കുന്ന പോലെ തുറക്കും, വൈകുന്നേരം 7 മണിയാകുമ്പോൾ അടച്ചിട്ട് പോകുന്ന പോലെ മണ്ണെടുത്ത് മാറ്റും. നമ്മൾ ഹൈവേ പണിയെടുക്കുന്നവർ വരെ രാത്രി പണിയെടുക്കുന്ന കാലമാണ്. ഒരു ഹൈവേ നിർമ്മിക്കുമ്പോൾ വരെ രാത്രിയും പകലും മണ്ണെടുത്ത് പണിയെടുക്കുന്നത്. ഈ ഹൈവേ ഉണ്ടാക്കിയതല്ലേ, ഇതുപോലെ വലിയ കുന്നുകൾ ഇടിച്ച് ഹൈവേ ഉണ്ടാക്കിയ സ്ഥലമല്ലേ അത്? അവിടെ സിസ്റ്റം ഇല്ലാത്തതുകൊണ്ടാണോ? അവിടുത്തെ സിസ്റ്റം അങ്ങനെ ആയിപ്പോയി. എന്തൊരു ഗതികേടാണെന്ന് നോക്കുക നമ്മുടെ സിസ്റ്റം. നമ്മുടെ ഇൻട്രോയിൽ വായിച്ചതുപോലെ ചന്ദ്രനിലേക്ക് നമ്മൾ റോക്കറ്റ് ആളെ ചന്ദ്രനിലേക്ക് വിടാൻ നോക്കുന്ന സ്ഥലത്ത് 10 അടി താഴെ നമ്മുടെ ട്രക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലെന്നേ. ആഫ്രിക്കയിലൊക്കെ വന്നിട്ട് ഈ പറഞ്ഞ സ്വർണ്ണ ഖനികൾ അമേരിക്കയിലെ ആൾക്കാർ വന്ന് 10-700 അടിയിൽ ആഴത്തിൽ സ്വർണ്ണം ഉണ്ടെന്ന് കണ്ടെത്തിയിട്ട് അത് കുഴിച്ചെടുത്തിട്ട് പോകുന്ന കാലമാണിത്. നമ്മുടെ സിസ്റ്റത്തിലേക്ക് സൈന്യം വന്നിട്ട് എന്താ ചെയ്തത്? സൈന്യം വന്നിട്ട് പറയുന്നത് നമ്മൾ ചെറിയ പിള്ളേർ കൊണ്ടു നടക്കുന്ന റഡാർ ഉണ്ടല്ലോ, 2 അടിക്ക് താഴെ പൈപ്പ് ഉണ്ടോ എന്നറിയുന്ന റഡാർ. നമ്മൾ വീട് പണിയുന്ന സമയത്ത് വാനം മാന്തുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പൈപ്പ് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ നോക്കുന്ന റഡാറുമായിട്ട് തന്നെ നടക്കുകയാണ്. ഈ പറയുന്ന 20 അടി 30 അടി 15 അടി താഴെ വണ്ടി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പാറയാകുമ്പോൾ അത് ഒരു 5 പാറ അടുപ്പിച്ച് കിടന്നാൽ ലോറീൻ്റെ വലിപ്പത്തിലേക്ക് വരുന്നു. അതിനെ റഡാർ ഡിറ്റക്റ്റ് ചെയ്യുന്നു. അപ്പോൾ പറയും ഇവിടെയുണ്ട്, ഇവിടെ കുഴിച്ചോളാൻ പറയുന്നു, അവിടെ കുഴിക്കുന്നു. ഒരു സിസ്റ്റമില്ലാതെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഏതാണ് നമ്മുടെ ജില്ലാ ഭരണകൂടം എന്താണ് അവിടെ ചെയ്തത്? ആരാണത് ഏകോപിപ്പിക്കേണ്ടത്? എങ്ങനെയാണത് ഏകോപിപ്പിക്കേണ്ടത്? എവിടുന്ന് ഇത് ആര് വന്ന് ഇതിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു? SP-ൻ്റെ പണി എന്ന് പറയുന്നത്, അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ പണി എന്ന് പറഞ്ഞാൽ അവിടുത്തെ അവർക്ക് വരുന്ന ആൾക്കാരെ തല്ലി ഓടിക്കില്ല. ഈ മണ്ണിടിയും നിങ്ങൾ ആരും അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞാൽ എത്ര മണ്ണ് അവിടെ ഇടിഞ്ഞു? അങ്ങോട്ട് പോകുന്നത് തടഞ്ഞു വെച്ചല്ലോ. എത്ര മണ്ണ് അവിടെ ഇടിഞ്ഞു? ഇവർ നമ്മൾ 4 ദിവസമായിട്ട് ഈ മഴയ്ക്കുള്ളിൽ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര മണ്ണ് അവിടെ അതിന് ശേഷം ഇടിഞ്ഞത്?
കാരണം ബാക്കിയുള്ളവരെല്ലാവരും പൊട്ടന്മാരും ഇവർ ബാക്കിയുള്ളവരെല്ലാവരും ഭയങ്കര ബുദ്ധിമാന്മാരും, നിങ്ങളാരും ഇങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല. നമുക്കറിയില്ലപ്പാ ഈ പറയുന്ന റോഡ് സൈഡിൽ അർജുനുണ്ടോ, റോഡ് സൈഡിൽ വണ്ടി ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. ഇതിന് മേലെയാണോ മണ്ണിട്ടേ നമുക്കറിയില്ല. നമുക്കറിയാവുന്നത് എന്താണ്, ഇവരുടെ ഫോൺ റിങ് ചെയ്യുന്നത് ആകാശത്തല്ലല്ലോ, എവിടെയെങ്കിലും ഇത് റിങ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ മനസ്സിൽ പറയുന്നത് ഇദ്ദേഹം അവിടെ ഉണ്ട് എന്ന് വിചാരിച്ച് നമുക്ക് അതിൻ്റെ അകത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ആ സംശയം ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്വം ഈ പറയുന്ന സർക്കാരിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും ഈ പറയുന്ന അവിടെ പോയിരിക്കുന്ന ആൾക്കാരുടെയാണ്. ആ ആൾക്കാർ മുഴുവൻ ഇത് ദൂരീകരിക്കാൻ പറ്റും. അവിടെ ഇല്ല, ശരി, ഇല്ല എന്ന് വെച്ചാൽ ആൾക്കാർ കളിയാക്കാൻ ഇറങ്ങാൻ പാടില്ല. കാരണം അവിടെ ഉണ്ടെങ്കിലോ ഇത് മാറ്റിക്കഴിഞ്ഞാലല്ലേ നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അർജുൻ്റെ അമ്മ പറയുന്നൊരു കാര്യങ്ങൾ ശ്രദ്ധിച്ചോ. ഈ മണ്ണ് വന്ന് വീഴുന്ന സ്ഥലം, ഈ ആദ്യത്തെ 3 ദിവസം ഇവർ ആ മണ്ണെടുത്ത് തള്ളിയത് എവിടേക്കാ? ഈ പറഞ്ഞ ഇവർ വീണ് കിടക്കും. ഈ സ്ഥലം ഒഴിവായാൽ സെർച്ച് ചെയ്യേണ്ട അടുത്ത സ്ഥലത്തേക്ക് ഇവർ തള്ളി. ഈ പറയുന്ന കേരളത്തിലെ ഏതെങ്കിലും മാധ്യമപ്രവർത്തകരെ അങ്ങോട്ട് കടത്തി വിട്ടിരുന്നെങ്കിൽ ഈ പറയുന്ന തള്ളാൻ അവർ സമ്മതിക്കുമോ? നമ്മളൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ആ ഏരിയ ഫില്ല് ചെയ്ത് കഴിഞ്ഞു, ബാക്കിയുള്ള മണ്ണ് പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സിസ്റ്റവും ഇല്ലാതെ. ഞാൻ പറഞ്ഞതാണ്, നമ്മൾ ഈ ചന്ദ്രനിലേക്ക് ആളെ അയക്കുന്ന കാലത്ത് നമ്മൾ 10 അടി താഴെ നമുക്ക് ട്രക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. അതിന് നമ്മൾ ആരെയൊക്കെയാണ് വിളിക്കുന്നത്? NDRF, പോലീസ്, ഫയർഫോഴ്സ്, അതിനേക്കാളും കൂടുതൽ സൈന്യം വരുന്നത് എങ്ങനെയാണ്? സൈന്യം വന്നിട്ട് നോക്കുക, എന്തിനാണ് സൈന്യം വരുന്നത്? ഒരു ദുരന്ത മുഖത്തേക്ക് സൈന്യം എന്തിനാണ് വരുന്നത്? അവിടെ നിന്ന് നോക്കിയിട്ട് പോകാനോ? അല്ല, ഇന്നലെ കണ്ടുപിടിച്ച് പോയി, എന്നിട്ട് ഇന്നെന്താണ് വന്നത്? എങ്ങനെയാണ് നമ്മൾ ഇതിന് നമ്മൾ മലയാള ഭാഷയിൽ വേറെ വാക്കാണ് പറയേണ്ടത്, പറഞ്ഞാൽ ശരിയാവില്ല ഇവിടെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു പരിധി വിട്ടിട്ട് ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിന് ഒരു പരിധി വേണ്ട. ഞാൻ ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കർണാടകയിലുള്ള ന്യൂസ് ചാനലുകളുടെ അടിയിൽ മുഴുവൻ മലയാളികളുടെ കമൻറ്റാണ് സേവ് അർജുൻ. ചീഫ് സെക്രട്ടറിയുടെ ഫേസ്ബുക്കിൻ്റെ അടിയിൽ പോയി മലയാളികൾ കമൻറ്റ് ചെയ്യാണ് സേവ് അർജുൻ. മലയാളികളുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് അവിടെ കർണാടകക്കാരെന്നുള്ള ജീവനെ വില വെക്കുന്ന സ്ഥലമാണ് ഇവിടെ. നമ്മൾക്ക് ചുടിപ്പുണ്ടാവുന്നേ. ഞാൻ ഇന്നലെ നോക്കി, മിനിങ്ങാന്ന് രാവിലെ അരുൺകുമാർ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു പയ്യൻ നിൽക്കുകയാണ്. ആ ചാലക്കുടിക്കാരനാണ്, ഓട്ടോ ഡ്രൈവറാണ്. ഇവിടുന്ന് ബസ് കയറി ചെന്നിരിക്കുകയാണ് അവിടെ. കാരണം ഒരു ഓട്ടോ ഡ്രൈവർ ചെന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതിലല്ല, ആ മനുഷ്യൻ അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്ത് ചെയ്യും. നമ്മളിവിടെ ദുരന്തങ്ങളെ മുഴുവൻ കൈകാര്യം ചെയ്തത് അങ്ങനെയല്ലേന്നേ. ഒരു സിസ്റ്റവും ഇല്ലാതെ സിസ്റ്റം ഫെയിലിയർ ആവുന്നതിൻ്റെ കാര്യങ്ങൾ. ഞാനിപ്പം ഈ MK രാവിനെ MP-നെയൊക്കെ അഭിനന്ദിക്കുകയാണ്. ഇവിടുന്ന് അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നത് മുഴുവൻ ചെയ്യുന്നു. അഷറഫിന് അവിടെ നിൽക്കുന്നേ, അഷറഫിനെ ഇവിടെ നിൽക്കുന്നു. അവിടുത്തെ MP ഇല്ല, അവിടുത്തെ മന്ത്രിയില്ല, അവിടുത്തെ ചീഫ് സെക്രട്ടറി ഇല്ല, അവിടുത്തെ കളക്ടറില്ല, അവിടുത്തെ SP ഇല്ല, ഒരു MLA ഉണ്ട്. ആ മനുഷ്യൻ അവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം ചെയ്തു. മാധ്യമപ്രവർത്തകർ അദ്ദേഹം കൂട്ടിക്കൊണ്ട് പോകുന്നതാണ്, അതുവരെ തടഞ്ഞു വെക്കുകയാണ്. എന്നിട്ട് MLA-നോട് പറയുകയാണ് നിങ്ങളുടെ റിസ്ക്കാണ് കൊണ്ടുപോയാൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ റിസ്കിൽ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് ഈ MLA കൊണ്ടുപോവുകയാണ് മാധ്യമപ്രവർത്തകരെ. ആ മാധ്യമപ്രവർത്തകർ ഇന്നും നമ്മളെ കയറ്റി വിട്ടില്ല. ഈ പുറത്ത് അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാതെ ഒന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥ വന്നേനെ. അരുൺകുമാറൊക്കെ എത്രയോ ദിവസങ്ങളായി ആ ചെളിയിൽ നിൽക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറയുന്ന ഒരു ജീവൻ്റെ തുടിപ്പ് കാണാൻ വേണ്ടിയിട്ടല്ലേ. അല്ലാതെ ഈ പറയുന്ന കേരളത്തിലെ മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാർക്കോ വേറെ ഒരു പണിയില്ലാത്തതുകൊണ്ട്, ഇവിടെ വാർത്തയ്ക്ക് കുറവുള്ളതുകൊണ്ടാണോ അവിടെ പോയി നിൽക്കുന്നത്? ഒന്നുമില്ല, ഒരു ജീവൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ക്യാബിൻ്റെ അകത്ത് നിൽക്കുകയാണെന്ന് നമ്മൾ അറിഞ്ഞാൽ നമുക്കത് അർജുൻ എന്നുള്ളതല്ല, ആരായാലും നമ്മൾ പോകുന്നേ. ഒരു മനുഷ്യ ജീവൻ അതിൻ്റെ അകത്ത് ഉണ്ട് നമ്മൾ അറിഞ്ഞാൽ നമ്മൾ പോകും. ഇതിനേക്കാളും അപ്പുറമായിട്ട് ഈ പറയുന്ന സിസ്റ്റം ഇനി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്? കർണാടക, ഇത് ഇന്ത്യയിൽ തന്നെയല്ലേ ഈ സംവിധാനം വർക്ക് ചെയ്യുന്നത്? ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിലല്ലേ ഈ സൈന്യം? ഇവരോടൊക്കെ ചോദിക്കണ്ടേ? ഇതിപ്പോൾ നാളെ ഒരു സംവിധാനം കേരളത്തിൽ സംഭവിക്കണം, ഈ സൈന്യം വന്ന് ഇങ്ങനെ ചെയ്താൽ നമ്മൾ സമ്മതിക്കുമോ? ഒരു പരിധി വിട്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ഈ പറയുന്ന സംവിധാനം പോയി എന്നുള്ളതിന് ഒരു സംശയമില്ല. ഞാൻ പറയുന്നത് റോഡ് സൈഡിൽ ചെറിയുന്നതിൻ്റെ കൂടെ റോഡിൻ്റെ അരികെ തെയ്യുന്നതിൻ്റെ കൂടെ ഇപ്പറയും ഈ പറഞ്ഞ പുഴയിലടക്കം സെർച്ച് ചെയ്യണമായിരുന്നേ. ആരുടെ കുറ്റമാണ്? ഇവിടുന്ന് പറഞ്ഞ അർജുൻ പോയി അവിടെ നിൽക്കണം, അർജുൻ അമ്മ പോയി നിൽക്കണം അവിടെ, അല്ലെങ്കിൽ സിസ്റ്റർ പോയി നിൽക്കണം അവിടെ, നമ്മുടെ മാധ്യമപ്രവർത്തകർ പോയി നിൽക്കണം അവിടെ. ഈ സിസ്റ്റം ഫെയിലിയർ ആയതിന് തുല്യമല്ലേ? ഇവിടെ ചെയ്ത് അന്വേഷിച്ച് കിട്ടിയില്ലെങ്കിൽ അവിടെ അന്വേഷിക്കാം, അവിടെ അന്വേഷിച്ച് കിട്ടിയില്ലെങ്കിൽ മറ്റോ അന്വേഷിക്കാം. അങ്ങനെയാണോ അന്വേഷിക്കുന്നത്? നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ കടൽക്കൊല കേസ് വന്നല്ലോ ഇവിടെ. അവിടെ ഇസ്രായേലിലൊരു ഇറ്റലിയിൽ ഒരു മന്ത്രി രാജിവെച്ചു. ഇവിടെ 2 പേരെ കൊണ്ട് വിദേശകാര്യ മന്ത്രി രാജിവെച്ചു. ഇവിടുന്ന് 2 പേരെ ഇവിടെ പിടിച്ച് ജയിലിലിട്ടപ്പോൾ. അങ്ങനെയുള്ള രാജ്യമുള്ള സ്ഥലമാണിത്. ഇവിടെ മനുഷ്യന് വിലയില്ലാത്ത അവസ്ഥയിലേക്ക് മാറുക. നമ്മുടെ ഈ അർജുൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന മറുപടി, ഈ അർജുൻ VIP ആണോ? ഒരു ഡ്രൈവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത്? ബാക്കി 4 പേരുടെ കാര്യം അവിടെ മിണ്ടുന്നില്ല കേട്ടോ. കർണാടക മിണ്ടിയിട്ടില്ല ഈ 4 പേരുടെ കാര്യം. ഒരു ചർച്ചയില്ല. നമ്മൾ ഈ അർജുൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ മാത്രമാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന സംവിധാനം എന്തെങ്കിലും ഒരു സെർച്ച് 4 പേരടക്കം മൊത്തം 5 പേർക്ക് എന്തെങ്കിലും ഒരു സെർച്ച് അവിടെ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ പറയുന്നത് ഒറ്റ കാര്യമുള്ളൂ, ഈ പറഞ്ഞ അർജുനെ മാത്രം കാണാതാവുകയാണെങ്കിൽ നമുക്ക് പറയാം
4 പേര്, ഒരു ട്രക്ക് കൂടെ ഉണ്ടെന്നേ. ഒരു ട്രക്ക് ചെറിയ സാധനമാണോ? എത്രയോ വലിപ്പമുള്ള ട്രക്കാണ്. അതിൻ്റെ കൂടെ ഒഴുകിപ്പോയ ട്രെയിലർ കിട്ടി, ട്രെയിലറിൻ്റെ ക്യാപ്സ്യൂൾ കിട്ടി. ഈ സാധനങ്ങളെല്ലാം വലിച്ചവിടെ വെച്ചിട്ടുണ്ടല്ലോ. ഈ ഒരു ട്രക്കിൽ, ഒരു ലോഡ് മരമായി പോയ ട്രക്കിൽ ഒരു കഷ്ണം മരം ഈ ആർമി വിചാരിച്ചിട്ടും, ഈ NDRF വിചാരിച്ചിട്ടും, ഈ പോലീസ് വിചാരിച്ചിട്ടും, ഈ ഫയർഫോഴ്സ് വിചാരിച്ചിട്ടും, ഈ ജില്ലാ ഭരണം വിചാരിച്ചിട്ടും കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ അതിന് അനാസ്ഥ എന്നല്ലാതെ എന്താ പറയുക? ഒരു കഷ്ണം കിട്ടി, ഇത് ഈ പറയുന്ന പുഴയിൽ നിന്നോ തോട്ടിൽ നിന്നോ ഒരു കഷ്ണം, മരത്തിൻ്റെ കഷ്ണം എടുത്ത് വെച്ചിട്ട് പറയുകയാണ് ഇത് പുഴയിലുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുക? ഈ മണ്ണിൻ്റെ അടിയിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് വെച്ചിട്ട് നമ്മൾ പറയുക ഇതിൻ്റെ അടിയിൽ ഈ കഷ്ണമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുക? ഒരു സംവിധാനം നമ്മുടെ മുന്നിൽ വെച്ച് തന്നിട്ടില്ല. ഒരു സാധനം, വിശ്വാസയോഗ്യമായ ഒരു സംവിധാനം നമ്മുടെ അടുത്ത് വെച്ച് തന്നിട്ടില്ല. ഈ പറഞ്ഞ ഫോൺ റിങ് ചെയ്തോ എന്നുള്ളത് പോലും സ്ഥിരീകരിക്കാൻ ഇവരെ കൊണ്ട് പറ്റിയിട്ടില്ല. ഈ ഫോൺ റിങ് ചെയ്തൊന്നും ആധികാരിക രേഖ എടുത്തിട്ട് മാധ്യമങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം. അതാ ഈ ഫോൺ റിങ് ചെയ്തിട്ടില്ല, റിങ് ചെയ്തു. ഒരു ഭാരത് ബെൻസിൻ്റെ ഒരു കമ്പനി GPS കണ്ടെത്തിയിട്ട് വന്നിട്ട് പറയുകയാണ് ഇതാ ഈ വണ്ടി ഇവിടെ ഓഫായെന്ന്. ഒരു സാധാരണ ലെവലിൽ ഒരു കമ്പനി വന്നിട്ട് പറയുകയാണ് ഈ വണ്ടിയുടെ GPS ഓണായ സ്ഥലം ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ആ അവസ്ഥയിലേക്ക് വരെ നമ്മുടെ സംവിധാനത്തെ പോയി എത്തിച്ചത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് സിസ്റ്റം ഫെയിലിയർ അല്ല അല്ലാതെ നമ്മൾ എന്താ പറയുക? ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് എന്താണെന്നറിയോ? ഈ പറഞ്ഞ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഒന്നാമത്തെ ദിവസവും മാക്സിമം 2ാമത്തെ ദിവസവും ഇതിൻ്റെ ഒരു തുമ്പെങ്കിലും കിട്ടിയേനെ. ഒരു കോർഡിനേറ്റ് ചെയ്യാൻ ഒരു ഉദ്യോഗസ്ഥനെ, ഈ പറഞ്ഞ SP കളക്ടറൊന്നും വേണ്ട, ഒറ്റ ഒരു ഉദ്യോഗസ്ഥനെ അവിടെ നിർത്തി അദ്ദേഹത്തിൻ്റെ ഇവിടുന്ന് പറഞ്ഞ ഒരു സിവിലിയനായിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹം അവിടെ പോകണമായിരുന്നു. സിവിലിയനായപ്പോൾ ഒരു ഉദ്യോഗസ്ഥനല്ല അദ്ദേഹം, ഒരു ആർമിന്റെ ഭാഗമല്ല, ഒരു NDRFന്റെ ഭാഗമല്ല. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ അറിയാം, പറയണമെന്നുണ്ട്, പക്ഷെ പറയാൻ കഴിയുന്നില്ല. അവിടെ ഒരു സിവിലിയനായ ആൾ പോയിട്ട് ഈ പറയുന്ന ഗവൺമെൻറ് അതോറിറ്റിക്ക് മുഴുവൻ നിയന്ത്രണം ചെയ്ത്, എന്നിട്ട് സൈന്യം വന്ന് ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഇങ്ങനെയാണോ നടത്തുന്നത്? സൈന്യമാണെന്ന് ഓർക്കണം. NDRFന്റെ ഉദ്യോഗസ്ഥൻ വന്ന് ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ്, രഞ്ജിത്ത് ഇസ്രായേലിനോട്, ഈ പറയുന്ന സംവിധാനം നടത്തണോ എന്ന് പറയുന്നത്. Meet the editors.